ഹായ് ഹലോ. ഇന്ന് ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, പക്ഷേ ഒരു ആപ്പിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് എല്ലാവർക്കും ഈക്വലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് ആയിരിക്കും. നിങ്ങളിൽ കുറെ പേര് കാണും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ കുറച്ച് സമയം എടുക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ക്ലിക്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഫോട്ടോഷോപ്പിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് പെയിന്റിലേക്കോ എല്ലാം നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഈ ആപ്പിന്റെ പേരാണ് ClipDrop.co. അപ്പോൾ ഇതിന്റെ നമുക്ക് ഫോണിലും ആപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലേക്കും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിന്റെ സൈറ്റാണ് ClipDrop.co. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ വരെ നമുക്ക് ഈ ആപ്പ് നമുക്ക് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അവരുടെ സൈറ്റ്. അവരൊരു ഡെമോ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ഫോട്ടോ എടുത്ത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ സോഫ്റ്റ്വെയർ. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലും അത് സെയിം അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ലോഗിൻ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പിലേക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് ആണ് റിവ്യൂ ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ എനിക്ക് ക്രിയേറ്റേഴ്സിന് ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യും. ക്രിയേറ്റേഴ്സിന് മെയിൻലി ഇതേപോലെ തംബ്നെയിൽസും അതേപോലെ ഫോട്ടോ എഡിറ്റിംഗ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് നമുക്ക് പോസ്റ്റേഴ്സും അങ്ങനെ എല്ലാം നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഈ പ്രൊഡക്റ്റ് ആണ് റിവ്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ തംബ്നെയിലിന് വേണ്ടി ഈ ഫോട്ടോ എനിക്ക് ഫോട്ടോഷോപ്പിലേക്ക് വേണം. അപ്പോൾ ഒന്ന് ഞാൻ സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ പോയി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് കഷ്ടപ്പെട്ട് സൈഡ് എഡ്ജൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണത്. പക്ഷേ ഈ ആപ്പ് വെച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ആപ്പ് ഫോട്ടോഷോപ്പിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്ലഗിൻ ഉണ്ട്, പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഫോട്ടോഷോപ്പ് കണക്റ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ എടുത്ത് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇടാം. അപ്പം ഞാൻ ഈ ഒരു ആംഗിളാണ് നോക്കുന്നത്. നമുക്ക് ആ രീതിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ, നമ്മുടെ ഫോട്ടോ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഫോട്ടോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഡിറ്റിൽ പോയാൽ നമുക്ക് നമ്മുടെ സൈസും ബാക്ക്ഗ്രൗണ്ട് കളർ എല്ലാം മാറ്റാൻ പറ്റും. നമുക്ക് വെള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. പിന്നെ സൈസ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആക്കാം, പോർട്രേറ്റ് ആക്കാം, സ്ക്വയർ ആക്കാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് മതി, പക്ഷെ ലാൻഡ്സ്കേപ്പ് ആണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ വേറെ ആപ്സിലെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേറെ ആപ്സിലെല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഈ ഫോട്ടോസ്. പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇടാം. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട രീതിയിലാക്കിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പിൽ വന്നിരിക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. നമുക്ക് ഈ സൈഡിലേക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇടാൻ പറ്റും. അപ്പം ബേസിക്കലി നമ്മുടെ എഡിറ്റിംഗ് എല്ലാം സിമ്പിളാക്കി തന്നിരിക്കുകയാണ് ഈ ആപ്പ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെറുതെ ഫോട്ടോ എടുക്കുക, പോയിന്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് അത് ലോഡ് ആവും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ട്രൈ ചെയ്യണമെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സൈഡിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.